ഹലോ കേസ്, ഇന്ന് എൻ്റെ ആൻറ്റിയുടെ വെഡിങ് അവരുടെ ബന്ധുമിത്രാദികളെയും തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയും ഇനി ആഘോഷമാകട്ടെ ആപത്ഘട്ടമാകട്ടെ ഏതൊരവസരത്തിലും തന്റേതായ പ്രാതിനിധ്യം 100% വളരെ ആത്മാർത്ഥതയോടെ അർപ്പണബോധത്തോടെ ഉറപ്പുവരുത്താറുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇങ്ങനെ സുരേഷ് ഏട്ടൻ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അതിനെല്ലാം കൂട്ടായി നിൽക്കുന്നത് ആരാണ്? ബിന്ദുവേച്ചി തന്നെയാണ്. അപ്പം പത്തരമാറ്റുള്ള ഈ ബിന്ദുവേച്ചിക്കും അതേപോലെ തന്നെ സുരേഷ് ഏട്ടനും ഈ 25ാം സംവത്സരത്തിന്റെ വിവാഹ വാർഷികത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ കേക്ക് കട്ടിങ്ങിനായിട്ട് ഈ ദമ്പതികളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കേക്ക് കട്ടിങ്ങിന് ശേഷം അവർ അവരുടെ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയതിന്റെ നല്ല നിമിഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നതായിരിക്കും. എത്ര നേരം ഞാൻ എത്തിയിരുന്നില്ല. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ കണ്ടാണ് തീർന്നത്. വൈകിട്ട് 12 മണിക്കാണ്, 5 മണിക്കാണ് തുടങ്ങിയത്. 12 മണിക്കായപ്പോൾ ഞാൻ വീട്ടിലെത്തിയത്. അപ്പം അത്രയ്ക്കും ടൈം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം എങ്ങനെയൊക്കെയോ ചിലവഴിച്ചതാണ്. അത്രയ്ക്കും മടുപ്പുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. കേക്ക് കഴിച്ചതിന് ശേഷം അവിടെ പിറകെ നോക്കിയിരിക്കും. കേക്ക് കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ സീറ്റ് പോയി ഗൈസ്. അതാണ് പറയുള്ളത്. അപ്പോൾ സീറ്റ് പോയി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീടിൻ്റെ അകത്താണ് ഇരുന്നത്. അപ്പം ഞാൻ ഈ കാണിക്കാവുന്ന ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് ആരും മറക്കാതെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതാണ് കേട്ടോ സെറ്റപ്പൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ വീണ്ടും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കേക്കിന് ഫോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി. ടാറ്റാ.